ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ബിഗിനേഴ്സിനെല്ലാം യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ചെയ്യാം. സ്ലിറ്റുള്ള ഒരു പഫ് സ്ലീവുള്ള ഒരു ടോപ്പ് അല്ലെങ്കിൽ ഒരു കുർത്ത എന്തുവേണമെങ്കിലും പറയാം. അതെങ്ങനെയാണ് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന്, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് സ്റ്റിച്ചിങ് അറിയുന്ന ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റിയ ഒരു രീതിയിൽ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം. മെഷർമെൻറ്റ്സ് മാത്രം കൊണ്ട് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണണേ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ സാരിയുടെ ഒരു ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. സാരിയുടെ മുന്താണിയും സാരിയുടെ കുറച്ച് ഭാഗവും കൊണ്ട് നമുക്കൊരു ടോപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് സാരിയുടെ ഒരു ഭാഗമാണിത്. അത് ഞാൻ ബാക്ക് പീസാണ്. ഈ സ്റ്റെക്ക് കാണുന്നതാണ് ഫ്രണ്ട് പീസ്. അത് രണ്ടും ഇങ്ങനെ ഒപ്പം മടക്കി വയ്ക്കുന്നുണ്ട്. ഡ്രസ്സൊക്കെ ആകുമ്പോൾ ആദ്യം തന്നെ കുറേ പൈസ കൊടുത്ത് തുണിയൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ ഒരുപാട് സാരിയും വേസ്റ്റ് തുണികളും ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊന്ന് എടുത്തിട്ട് ചെയ്യാം ഇതുപോലെ. അപ്പോൾ ഞാനിത് കറക്റ്റ് ആദ്യം ടോട്ടൽ ലെങ്ത്ത്, എനിക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത്. അവരവർക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും തന്നെ അടയാളപ്പെടുത്തുക. ഇനി അടയാളപ്പെടുത്തുന്നത് നമ്മുടെ കഴുത്താണ്. കഴുത്ത് ഞാനിവിടെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് ഒരു 3 ഇഞ്ചും ഷോൾഡർ എടുത്തിരിക്കുന്നത് ഒരു 3.5 ഇഞ്ചുമാണ്. അടയാളപ്പെടുത്തുന്നത് കഴുത്തിൻ്റെ ഇറക്കമാണ്. ഞാനിവിടെ ഒരു 6 ഇഞ്ച് കഴുത്തിറക്കാണ് വെച്ചിരിക്കുന്നത്. അതിങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് നമുക്കൊന്ന് സ്ക്വയർ ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ സ്ക്വയർ ചെയ്ത് വെക്കുന്നത് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. ഞാൻ ഓപ്പൺ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് 19 ഇഞ്ചാണ്. ഇനി ഞാൻ എൻ്റെ ചെസ്റ്റ് വിഡ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് അവരവരുടെ എത്രയാണോ അതനുസരിച്ച് അടയാളപ്പെടുത്തിയിട്ട് ആ ഓപ്പണിൻ്റെ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കിങ്ങനെ റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. താഴത്തുനിന്നാണ് ഞാൻ കട്ട് ചെയ്ത് വരുന്നത്. ഇത് മുഴുവനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഷേപ്പ് വരുന്നത്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ കഴുത്ത് വെട്ടിയെടുക്കാം. അതിനായിട്ട് ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കഴുത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് പഫ് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ സ്ലീവിന് മടക്കുന്നത് പോലെ മടക്കി വെച്ചിട്ട് ലെങ്ത്തൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ നമുക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 10, മൊത്തം എനിക്ക് 11 വേണം. അതിൽ 9 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. മുകളിൽ ഒരു 1.5 ഇഞ്ച് ഞാൻ ചെറിയൊരു പഫ് എനിക്ക് മതിയാവും, അതിന് വേണ്ടിയിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ താഴെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതിൽ ഞാൻ ഒന്ന് പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒന്ന് സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ട് എത്രയാണോ വിഡ്ത്ത് വേണ്ടത് ആ വിഡ്ത്തിൻ്റെ അവിടേക്ക് ആദ്യം നമുക്കൊരു 3 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മളൊന്ന് ജസ്റ്റ് കർവ് ചെയ്ത് ഒരു സ്ലോപ്പ് വരച്ചു കൊടുത്തിട്ട് അത് നമ്മുടെ എത്രയാണോ നമ്മുടെ ഇവിടുത്തെ വിഡ്ത്ത് വേണ്ടത് ആ വിഡ്ത്തിലേക്ക് സ്ലോപ്പ് ചെയ്ത് അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. സ്ലീവ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ സെൻറ്റർ പോയിന്റ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പഫ് വയ്ക്കുന്ന സമയത്ത് ഈ അറ്റം മുതൽ ഈ അറ്റം വരെയാണ് നമുക്ക് ഇതിലേക്ക് സ്ലിറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് സ്ലിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഇത്രയും വരും. ഇനി നമുക്കിത് നമ്മുടെ കയ്യിലേക്ക് എന്നിട്ട് നോർമലായിട്ട് എങ്ങനെയാണോ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതും സ്ലീവ് നമുക്ക് ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇതങ്ങനെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുഴുവനും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് എല്ലാ ബിഗിനേഴ്സിനും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കണം. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ, സീ യു.